നമ്മൾ ഇന്നൊരു പുതിയ വിഭവം ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. കോണ്ടിനെന്റൽ ഡിഷാണ് ഇന്നത്തെ ഡിന്നറിന് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാം, പരീക്ഷിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അതെ, ഇത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. അപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റീക്ക് വിത്ത് സ്പൈസി സോസ് ആണ്. നോർമലി ഇതിന് ഗാർലിക് സോസോ അല്ലെങ്കിൽ വൈറ്റ് സോസോ ഒക്കെയാണ് എടുക്കാറ്. എനിക്ക് അതിന്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല കേട്ടോ. സോ ഇത്തിരി സ്പൈസി ആയിട്ടൊരു സോസ് ഉണ്ടാക്കാം. പിന്നെ ബട്ടേർഡ് റൈസ് ഉണ്ടാവും, അതുപോലെ സോർട്ടഡ് വെജിറ്റബിൾസും ഉണ്ടാവും ഇതിന്റെ കൂടെ. അപ്പൊ നമുക്കിത് ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ് പാർട്ടാണ്. അപ്പൊ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. പല ടൈപ്പിൽ മാരിനേറ്റ് ചെയ്യാം കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള രീതി. നമുക്ക് സ്പൈസി ആയിട്ട് മാരിനേറ്റ് ചെയ്യണമെങ്കിൽ സ്പൈസി ആയിട്ട് ചെയ്യാം, അല്ലാതെ ചെയ്യണമെങ്കിൽ അല്ലാതെയും ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതെ, നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോസ് ഉണ്ടാക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ടൊമാറ്റോ സോസ്, കുറച്ച് സോയ സോസ്. നല്ല സ്പൈസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നത്. ചില്ലി ഫ്ലേക്സ് ചേർത്തില്ലെങ്കിൽ എരിവുണ്ടാവില്ല. ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഉണ്ടാക്കി വെച്ച മാരിനേഷൻ ഇതിലേക്ക് പരട്ടി കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊന്ന് ഫ്രീസറിൽ വെക്കാം. ഇതാ ഉപ്പിട്ട് വേവിച്ച ബസ്മതി റൈസാണ് കേട്ടോ. അത് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഊറ്റിയെടുക്കാം. ഇതാ റൈസ് ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ബട്ടറിലിട്ട് സോട്ട് ചെയ്തെടുക്കണം. ഇതാ ബ്രൊക്കോളി, കുക്കുംബർ, ക്യാരറ്റ്, കോണ് ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ സോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് വെള്ളത്തിലിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ചെടുക്കാവേ. ഇതാ ഇത്ര വലിപ്പത്തിലാണ് മുറിക്കുന്നത്. ശരിക്കും അവിയൽ കഷ്ണം മുറിക്കുന്ന പോലെ ഉണ്ടല്ലേ. ഇത് തൊലി കളയാതെ മുറിച്ചെടുത്താൽ മതി, ഉള്ളിലെ വേണ്ട. കുക്കുംബർ ഇഷ്ടമില്ലാത്തവർ കുക്കുംബർ ഇടണ്ട. സുക്കിനി ഉണ്ടെങ്കിൽ സുക്കിനി ഇട്ടാൽ മതി. ബ്രൊക്കോളി, ക്യാരറ്റ്, കോണ്, ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ഒരു സമാധാനത്തിന്. ബ്രൊക്കോളിയിൽ മഞ്ഞൾപ്പൊടി ഇട്ടാണ് ഞാൻ വേവിക്കണത്, അതുകൊണ്ടാണ്. മതി. തീ നിർത്തിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഇതാ ഇതിലേക്ക് ഊറ്റാം. മറുവശം ഒന്ന് ഫ്രൈ ആവട്ടെ. ഇതിൽ സോസ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഓൾ പർപ്പസ് ഫ്ലോർ. ഒരു സ്പൂൺ സോയ സോസ്, ഒരു സ്പൂൺ ടൊമാറ്റോ സോസ്. ഇതിലേക്ക് ലേശം വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം. കുറച്ച് വിനീഗർ, കുറച്ച് മതി കേട്ടോ.
2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത്തിരി കളർ കൂടിപ്പോയി കേട്ടോ. അതിൻ്റെ മുകളിലെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഒന്ന് ലേശം കരിഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം സോസ് വേണ്ടാത്തത് കൊണ്ടാണ് കുറച്ചെടുത്തേക്കുന്നത് കേട്ടോ. അധികം സോസായി കഴിക്കുമൊന്നുമില്ല. പരീക്ഷണം വിജയിക്കുമോ നോക്കാം. ഉള്ളു നല്ലവണ്ണം വെന്ത് വരണം. ഞാനവിടെ സോസിന് കലക്കാൻ പോയപ്പം തീ ഇച്ചിരി കൂടുതലായിരുന്നതുകൊണ്ട് പൊടി കരിഞ്ഞു പോയി. തീ കുറച്ചിട്ടിട്ട് വേണം വേവിക്കാൻ. അതിൻ്റെ ചെറിയ പീസൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതല്ല എന്നിട്ടില്ല. ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാറ്റാം കേട്ടോ. മാരിനേറ്റ് ചെയ്ത സംഗതി എന്തായാലും കരിഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് വെജിറ്റബിൾ സോട്ട് ചെയ്യണം. നമുക്ക് വെജിറ്റബിൾ സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒത്തിരി ബട്ടറൊന്നും ഇടണ്ട. ഈ ബട്ടറെല്ലാം കൂടി ഇട്ട് നമ്മൾ അവസാനം ബട്ടർ പോലെ ആയിപ്പോവും. കുറച്ചിട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കോണൊക്കെ നമ്മൾ ഇതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിട്ട് കൊടുക്കാം. സോട്ട് ചെയ്ത് കൊടുക്കാം. ഇത് പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ. നമ്മൾ ബട്ടറിൽ ഇങ്ങനെ സോട്ട് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. ഓൾറെഡി വേവിച്ച് വെച്ചതായതുകൊണ്ട് അധികമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആവും. ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഒരു ലേശം കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ചാടിപ്പോണല്ലോ. ഇതിൽ ഗാർലിക് ഇട്ട് കൊടുക്കണമെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചോപ്പ്ഡ് ഒനിയൻസോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ ഇത്രയും ഇതൊന്നും കിട്ടത്തില്ല കേട്ടോ. ഇതിൻ്റെ ഇത്രയും കിട്ടുമായിരിക്കും വെജിറ്റബിൾസ്. നമുക്ക് എത്ര വേണം അത്രയും ഉണ്ടാക്കിയെടുക്കാം. ഈ ഇംഗ്ലീഷ് ഡിഷസ് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ കഞ്ഞിയും പയറും തന്നെയാണെന്ന് തോന്നിപ്പോവുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ എത്ര പാത്രം കഴിയുമെന്നറിയാവോ. നല്ല പണിയാ. ഇതെല്ലാം റെഡിയാക്കി വെച്ചു, എന്നിട്ടുമാണ് അവസാനം ഈ പരിപാടി കഴിക്കാൻ നേരം ചെയ്യുന്നത്. അതിന് മുന്നേ റെഡിയാക്കി വെച്ചിട്ട് വീഡിയോ എടുക്കുന്നില്ലെങ്കിൽ സുഖാട്ടോ. വീഡിയോ പിടിക്കാൻ പുറകെ ആളുണ്ടെങ്കിൽ നമുക്ക് എല്ലാം മിനിറ്റ് വെച്ച് ചെയ്യാം. കോളിഫ്ലവറും പൊട്ടറ്റോയും ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അത് ഇടാത്തേ. അല്ലെങ്കിൽ പൊട്ടറ്റോയും കോളിഫ്ലവറും കൂടി ഇടണം. അതും ഈ പച്ചക്കറികളിൽ പെടും. തീ ഓഫ് ചെയ്യാം. നമുക്കിതിലേക്ക് സെർവ് ചെയ്യാം. ഇത് ശരിക്കും ഒരു 4 പേർക്ക് കഴിക്കാനുള്ളതുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അത്ര അങ്ങ് എടുത്തന്നേ ഉള്ളൂ. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാവേ. കുറച്ച് കുരുമുളക് പൊടി, കുറച്ചുപ്പ് ഇത്ര ഇട്ട് കൊടുക്കാം. പൊടിച്ചെടുക്കാം. അതിലേക്ക് റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ലേശം കൂടി ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, റൈസിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബട്ടർ റൈസും റെഡിയായി.
നമ്മൾ റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഒരു പ്ലേറ്റ് പറഞ്ഞു കഴിയുമ്പോൾ അവർ ചോദിക്കും ഇത് ഒരാൾക്ക് കഴിക്കാനുള്ളതെന്ന് പറയും. നമ്മളത് കഴിക്കില്ല കേട്ടോ, അത്രയും കഴിക്കാൻ പറ്റത്തില്ല നമ്മളെ കൊണ്ട്. ഒരാൾക്ക് കഴിക്കാനുള്ളത് മേടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കും, അല്ലെങ്കിൽ പാഴ്സൽ ചെയ്യേണ്ടി വരും. ഇതാ അപ്പോൾ അതേ നമ്മുടെ റൈസും സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇട്ട് കഴിയുമ്പോഴേ പ്രശ്നമാച്ച് അതെ അങ്ങനെ കമത്തി കഴിഞ്ഞാൽ പോകുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ട് കാണിച്ചാണേ. ശേഷം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക്, ഇഞ്ചിയുണ്ട് കേട്ടോ. നോർമലി ഗാർലിക് മാത്രമേ ഇടാറുള്ളൂ. ഞാനിതിലേക്ക് ഇഞ്ചിയും കൂടെ ഇട്ടു. ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുവാണ്. ചില്ലി ഫ്ലേക്സ് വേണം നമുക്ക്, അല്ലെങ്കിൽ എരിവുണ്ടാവൂല. കുറച്ച് കുരുമുളക് പൊടി. അവിടെ കിട്ടുന്ന വൈറ്റ് സോസും ഗാർലിക് സോസും ഒന്നും ഇഷ്ടാവത്തില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഇതാ തീ കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു. ഓൾ പർപ്പസ് അല്ലെങ്കിൽ മൈദ. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ടുണ്ട്, ഇനി തീ അധികം വേണ്ട. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദ ഒന്ന് വെന്ത് വരട്ടെ. കുറച്ച് ഉപ്പ്. അതിൻ്റെ ടേസ്റ്റ് എന്നാന്ന് ഞാനൊന്ന് നോക്കട്ടെ. ലേശം ഉപ്പും കൂടെ വേണം. ഉപ്പ് ഇച്ചിരി കുറവാ. ചെറിയൊരു പുളി, നല്ല എരിവും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ദേ നമ്മുടെ സോസ് റെഡിയായി. എന്നിട്ടും അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ സ്റ്റീക്ക് വിത്ത് ബട്ടേർഡ് റൈസ് ആൻഡ് സോട്ടഡ് വെജിറ്റബിൾസ്, സ്പൈസി സോസും ഇപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കഴിക്കാൻ കൊണ്ട് കൊടുക്കാവേ. കോണ്ടിനെന്റൽ ഡിഷുമായി ഞാൻ എൻ്റെ ചേട്ടനെ വിളിക്കാൻ പോവുകയാണ്. ചേട്ടാ വരൂ, ചേട്ടൻ്റെ കോണ്ടിനെന്റൽ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ദാ പ്ലേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് പറയൂ. ചിക്കൻ സ്റ്റീക്ക് വിത്ത് സ്പൈസി സോസ്, ബട്ടേർഡ് റൈസ് ആൻഡ് സോട്ടഡ് വെജിറ്റബിൾസ്. ഇച്ചിരി നീളമുള്ള പേരാ, തിന്നുമ്പോൾ എങ്ങനെ ഉണ്ടാവും അറിയത്തില്ല. കഴിച്ചോ കഴിച്ചോ, ധൈര്യമായിട്ട് കഴിച്ചോ. വെള്ളം വേണേ കുടിക്കാൻ ഞാൻ തരാം. കത്തിയും മുള്ളുമില്ല. കത്തി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കത്തി തരാം. മുള്ളുണ്ട് വേണ്ട. സെർവ് ചെയ്യണോ? സ്പൂൺ എടുത്തില്ല അല്ലേ? ഇതാ കത്തി. ഇത് മുള്ള. കത്തിക്ക് കത്തി, മുള്ളിന് മുള്ള. നല്ലാണോ? അവിടെ ഉണ്ടാക്കുന്ന സോസിലും നല്ലല്ലേ ഈ സോസ്? പച്ചക്കറി എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. റൈസ് മാത്രം ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നില്ല. പശയില്ലാണ്ടായി പോയി, അധികം വെന്തു. എങ്ങനെയുണ്ട്? ഓ എന്റെ പൊന്നെ, ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സാധനം സൂപ്പർ എന്ന് പറയുകയാണ് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ആയിക്കോട്ടെ ചേട്ടാ. അപ്പൊ ഞാൻ എന്റെ കെട്ടിയോ ക്രെഡിറ്റ് തന്നിട്ടുണ്ട്. നല്ല സൂപ്പർ എന്തായിരുന്നു? ചിക്കൻ സ്റ്റീക്ക് വിത്ത് ബട്ടേർഡ് റൈസ്, സോട്ടഡ് വെജിറ്റബിൾസ് ആൻഡ് സ്പൈസി സോസ്. എന്റെ പ്രിപ്പറേഷൻ പൊളിയാണ് മോനെ, പൊളിയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു കാര്യം സൂപ്പർ എന്ന് പറയുന്നത് കേട്ടോ. അല്ല കൊള്ളാം, തരക്കേടില്ല എന്നൊക്കെ പറയുന്ന